ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ കാൽപാദങ്ങൾ, അതായത് കാലിൻ്റെ അടിഭാഗമില്ലേ, നമ്മുടെ കാലിൻ്റെ വെള്ളഭാഗം, അവിടെ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് വർക്കൗട്ട് ഉണ്ട് കേട്ടോ. കുറച്ച് നമ്മൾ ചെയ്യേണ്ട കുറച്ച് മസാജും കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ചെയ്യണത് പലർക്കും അറിയില്ല. നമ്മുടെ കാലിൻ്റെ ഈ വെള്ള ഭാഗം എന്ന് ചിലർക്ക് അറിയാൻ പറ്റും കേട്ടോ. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം നമ്മുടെ എല്ലാ നാഡി നരമ്പുകളും വന്ന് അവസാനിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ വെള്ളയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കാലിൻ്റെ വെള്ളയ്ക്ക് എത്ര കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് എത്രയാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാത്ത സമയങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ കാലിൽ നന്നായിട്ട് എണ്ണയോ അങ്ങനെ എന്തെങ്കിലും, നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണ എടുത്ത് പുരട്ടാൻ എളുപ്പമായിരിക്കും. എണ്ണ പുരട്ടാൻ വെച്ചാൽ നമുക്ക് മസാജ് ചെയ്യാൻ എളുപ്പമുണ്ടാവും, അതിനാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് എണ്ണ ഇല്ലാണ്ട് പുരട്ടുക. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ 2 തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ കാല് ഫുള്ളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും നാഡി നരമ്പുകൾ വന്ന് അവസാനിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളെ ടച്ച് ചെയ്ത് നമ്മുടെ കാലിൻ്റെ അടിഭാഗം നമ്മുടെ ഓരോ അവയവങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഈ മുട്ട് വേദന, മുട്ട് തരിപ്പ്, കാൽ വേദന, ഷോൾഡർ പെയിൻ, ബോഡി പെയിൻ, പിന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ബാക്കി നമ്മുടെ ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. അതായത് ഒരു ദിവസം ചെയ്യുമ്പോൾ മാറുമെന്നല്ല പറയാം, സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾക്ക് നല്ല ഉണർവ് തരും. ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ആവശ്യമില്ലാത്ത, അതൊക്കെ മാറും. കണ്ട കാഴ്ചയ്ക്ക് നല്ലതാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കാലിൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഫുള്ള് തന്നെയാണ് നമ്മുടെ അവയവങ്ങളുടെ, നമ്മുടെ എല്ലാ നാഡീനരമ്പുകളും വന്നിട്ട് അവസാനിക്കുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ വീട്ടിലും ഇൻ്റർലോക്കൊക്കെ ഇടുന്ന ഒരു ഇതാണ്. അപ്പോൾ കല്ല് എന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുക്കള ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു തരിക്കല്ലുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവില്ല, വലിയ കല്ലല്ല. അവിടെയൊക്കെ നമ്മൾ രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഒരു 2 സെക്കൻഡെങ്കിലും 2 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ചെരുപ്പിടാണ്ട് ഒന്ന് നടക്കുക അതിൻ്റെ പുറത്ത്. നമ്മൾ ഈ ചെയ്യുന്ന ഈ മസാജ് പോലെ തന്നെയാണ് അതിൽ നിന്ന് കിട്ടുന്നൊരു ഫലം. കാരണം കല്ലുകൾ നമ്മുടെ കാലിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന, നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെ. നമ്മളാരും കാലിൻ്റെ വെള്ളയ്ക്കൊന്നും നമ്മളങ്ങനെ കൊടുക്കാറില്ല. കുളിക്കുമ്പോൾ തേച്ച് കഴുകുന്നല്ലാണ്ട് മറ്റൊന്നും നമ്മൾ ചെയ്യാറില്ല. ബാക്കി നമ്മൾ വർക്കൗട്ടുകളൊക്കെ ശരീരത്തിന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുട്ടിന് താഴോട്ട് തൊട്ടിട്ട് കാലിൻ്റെ വെള്ള വരെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ. കാരണം നമ്മുടെ ഈ മുട്ടിന് താഴേക്കുള്ള ഇവിടുത്തെ കാലിൻ്റെ മസിൽസ് എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആണെങ്കിൽ ബലപ്പെടുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അതും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിൻ്റെ മുട്ടിന് താഴെ നിങ്ങൾക്ക് പാടാണ്, മടി തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ കാലിൻ്റെ വെള്ളം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കേണ്ടതില്ല കേട്ടോ. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് എണ്ണയിട്ട് തടാൻ വയ്യെങ്കിൽ വേണ്ട, പക്ഷേ ഇത് ചെയ്യണം. ബാക്കി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കാലിൻ്റെ മസിൽസൊക്കെ ബലപ്പെടുത്തിയേക്ക് നല്ലതാണ്. അപ്പോൾ ഇതും നിങ്ങൾ മാറി ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു കാലേ കാണിച്ചിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് മറ്റേ കാലം കൊടുക്കുന്നത്. എത്രത്തോളം നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും, എത്രത്തോളം കാലിൽ നമ്മൾ ഈ വിരലുകൾ വെച്ച് പ്രസ് ചെയ്യാൻ പറ്റും, അത്രത്തോളം ചെയ്യുക. ഇതിനൊക്കെ തന്നെ ഇപ്പോൾ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മസാജ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ കൂടി നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യട്ടോ. നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന, വെറുതെ നമ്മൾ TV കണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് അത്രയും ഉപയോഗമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് നമ്മുടെ കാലിൻ്റെ വെള്ളയെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത് നിങ്ങൾ ചെയ്തു തുടങ്ങണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദം തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനലാദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക വെച്ചാൽ നിങ്ങൾക്ക് മെല്ലെ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.